നമസ്കാരം. എല്ലാവർക്കും സഹകാരി റൈസ് പ്ലസിന്റെ ഡെയിലി കറന്റ് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നറിയേണ്ടത് ഇന്നത്തെ വാർത്തകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്താണ്? ഇന്നാണ് ആ ദിവസം നമ്മുടെ ഇന്ത്യയിൽ ഒരു ചരിത്രം സൃഷ്ടിക്കുന്നു. ഇന്ത്യയിലല്ല, ഒരു ഇന്ത്യക്കാരൻ ഒരു ചരിത്രം സൃഷ്ടിക്കുന്നു. നമ്മുടെ ശുഭാൻശു ശുക്ലയുടെ യാത്ര ഇന്ന് വൈകിട്ട് 5:30 ഇന്ന് വൈകിട്ട് 5:30. ഇന്ന് എത്രയാണ് തീയതി? ഇന്ന് ജൂൺ 11 അല്ലേ? ജൂൺ 11 2025 ജൂൺ 11 ആക്സിയം 4 നമ്മുടെ ദൗത്യം ഏതായിരുന്നു? ആക്സിയം 4 ദൗത്യത്തിൽ നമ്മുടെ ശുഭാൻശു ശുക്ല അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്ന ആദ്യ ഇന്ത്യൻ വംശജൻ അല്ലെങ്കിൽ ആദ്യ ഇന്ത്യക്കാരൻ, വംശജൻ വേണ്ട, ആദ്യത്തെ ഇന്ത്യക്കാരനായി മാറുന്നു. ആരാണ്? ശുഭാംശു ശുക്ല. എന്തായിരുന്നു പറഞ്ഞത്? അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനായി മാറുന്നു. ആര്? ശുഭാൻശു ശുക്ല. നമ്മൾ പറഞ്ഞു രാകേഷ് ശർമ്മയ്ക്ക് ശേഷം രാകേഷ് ശർമ്മ ആദ്യമായി സ്പേസിൽ പോകുന്നത് 1984 എത്ര വർഷം പിന്നിട്ടു എന്ന് ഓർക്കണം. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തേക്ക് പോകുന്ന ആദ്യത്തെ വ്യക്തി കൂടിയാണ് ആര്? നമ്മുടെ ശുഭാൻശു ശുക്ല. നമ്മൾ എന്താണ്? ശുഭയാത്ര നേരുന്നു. ശുഭാംശു ശുക്ലയ്ക്കും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിനും ഇടയിൽ ഇനി ഏതാനും മണിക്കൂറുകളുടെ അകലം. 146 കോടി ഇന്ത്യക്കാരുടെ സ്വപ്നങ്ങളും പേറി ബുധനാഴ്ച വൈകിട്ട് 5:30 ശുഭാംശു ISSലേക്ക് പുറപ്പെടും. അവിടെ എത്തുന്ന ആദ്യ ഇന്ത്യക്കാരനും ISROയുടെയും നാസയുടെയും പിന്തുണയോടെയുള്ള ആക്സിയം 4 ദൗത്യത്തിൽ ശുഭാംശുവിന് 3 സഹയാത്രികരുണ്ട്. ആ 3 പേരാണ് ഈ നിൽക്കുന്നത്. ഇത് നമ്മുടെ ശുഭാംശു ശുക്ല, ഇത് സഹയാത്രികരായ മറ്റു 3 പേർ. നമ്മൾ പറഞ്ഞു ശുഭാംശു ശുക്ലയാണ് ഇതിന്റെ പൈലറ്റ്. ആരാണ്? നമ്മുടെ ശുഭാംശു ശുക്ലയാണ്. ഇനി കമാൻഡർ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ പെഗ്ഗി വിറ്റ്സൺ ആണ്. ഈ സെന്ററിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല പിക്ചർ ഉണ്ട് കേട്ടോ, പെഗ്ഗി വിറ്റ്സൺ. ബാക്കി 2 പേര് ടിബർ കപൂര, സ്വാവോസ് ഉയാൻസ്കി. ആരൊക്കെയാണ്? ടിബർ കപൂര, സ്വായോസ് ഉയാൻസ്കി. 4 പേരുടെ പേര് നമുക്ക് വേണം. 2 പേര് നമുക്ക് നന്നായിട്ട് അറിയാം. ഒന്ന് നമ്മുടെ ശുഭാൻശു ശുക്ല, ഒന്ന് ആരാണ്? നമ്മുടെ പെഗ്ഗി വിറ്റ്സൺ. നമ്മുടെ സുനിത വില്യംസ് സ്പേസിൽ പോയത് മുതൽക്ക് ഈ പേര് നമ്മളിങ്ങനെ പറയുകയാണ്, പെഗ്ഗി വിറ്റ്സൺ. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വനിത ആരാണ്? അതിപ്പോഴും നമ്മുടെ പെഗ്ഗി വിറ്റ്സൺ തന്നെയാണ് അല്ലേ? നമ്മൾ സുനിത വില്യംസിന്റെ ആ ഒരു ടൈമില്, സുനിത വില്യംസിന്റെ എറയിൽ നമ്മളത് പറഞ്ഞതാണ് അല്ലേ? ഒത്തിരി തവണ നമ്മൾ പറഞ്ഞു പോയതാണ്. ബാക്കി 2 പേരൊക്കെയാണ് ടിബർ കപൂര. ഇത്തവണ നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന പേരുകൾ തന്നെയാണ്. ടിബർ കപൂര, സ്വാവോസ് ഉയാൻസ്കി. ആരാണ്? സ്വാവോസ് ഉയാൻസ്കി. ഇതാണ് നമ്മുടെ ശുഭാൻശു ശുക്ലയുടെ സഹയാത്രികർ. ശുഭമാകട്ടെ. നമ്മൾ ശുഭം നേരുന്നു. നമ്മളെല്ലാവരും ശുഭമാകട്ടെ എന്ന് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. ആദ്യമായിട്ട്, അതൊരു വലിയ നേട്ടമാണ്, ആദ്യമായിട്ട് ഒരു ഇന്ത്യക്കാരൻ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്നു. വാ, അടിപൊളി അല്ലേ? 1984 സോവിയറ്റ് യൂണിയന്റെ സല്യൂട്ട് 7. ഏതാണ്? സല്യൂട്ട്. സോവിയറ്റ് യൂണിയന്റെ സല്യൂട്ട് 7 നിലയത്തിലിരുന്നു കൊണ്ട് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയോട് സാരേ ജഹാം സെ അച്ഛാ എന്ന് ഇന്ത്യക്കാരനായ രാകേഷ് ശർമ്മ പറഞ്ഞു. രാകേഷ് ശർമ്മ എവിടെയായിരുന്നു പോയത്? സല്യൂട്ട് 7 എന്തായിരുന്നു അത്? സോവിയറ്റ് യൂണിയന്റെ നിലയമാണ് സല്യൂട്ട് 7. ആ സല്യൂട്ട് 7 ഇരുന്നു കൊണ്ട് 84 നമ്മുടെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയോട് എന്താ പറഞ്ഞത്? സാരേ ജഹാം സെ അച്ഛാ എന്ന വാക്കാണ് ആര് പറഞ്ഞത്? നമ്മുടെ രാകേഷ് ശർമ്മ പറഞ്ഞത്. ഇന്ത്യയുടെ ബഹിരാകാശ സ്വപ്നം പൂവണിഞ്ഞ അഭിമാന നിമിഷം. 41 വർഷങ്ങൾക്കിപ്പുറം. എത്രയായി? 41 വർഷങ്ങൾക്കിപ്പുറം 146 കോടി ഇന്ത്യക്കാരുടെ പ്രതീക്ഷയുടെ ചിറകിലേന്തി വീണ്ടും ഒരു ഇന്ത്യക്കാരൻ ഇന്ന് പറക്കുകയാണ്. ആ യാത്ര ശുഭമാകട്ടെ എന്നാണ് ഈ വാർത്തയിൽ പറയുന്നത്. നിങ്ങൾ എല്ലാവരും ഈ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ സമയത്ത് ശുഭാംശു ശുക്ല ഏതിലായിരിക്കും? നമ്മുടെ ആക്സിയം 4 ദൗത്യവുമായി ബന്ധപ്പെട്ട് ഫാൽക്കൺ 9 ഫാൽക്കൺ 9 ഇരുന്ന് എങ്ങോട്ട് പോവുകയാണ്? അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോവുകയാണ്. നമുക്ക് കുറച്ച് ഫാക്റ്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് അറിയണം.
ഈ ആക്സിയം 4 ദൗത്യം എന്തൊക്കെയാണ്? ആക്സിയം 4 ദൗത്യത്തിന്റെ ദൗത്യം. അപ്പോൾ നമുക്ക് ആദ്യം ആക്സിയം 4നെ പറ്റി തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അമേരിക്കൻ സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ ആക്സിയം സ്പേസിന്റെ ആക്സിയം 4 ദൗത്യത്തിന്റെ ഭാഗമായാണ് ശുഭാംശു ISSലേക്ക് പോകുന്നത്. കമ്പനിയുടെ 4ാം ബഹിരാകാശ ദൗത്യമാണ്. അതാണ് ആക്സിയം 4 എന്ന് പറയുന്നത്. എത്രാമത്തേതാണ്? 4ാമത്തെ ബഹിരാകാശ ദൗത്യമാണ്. നാസ, ISRO, ആക്സിയം സ്പേസ്, സ്പേസ് എക്സ്, യൂറോപ്യൻ ഏജൻസി, പോളണ്ടിന്റെയും ഹംഗറിയുടെയും ബഹിരാകാശ ഏജൻസികൾ എന്നിവയുടെ ഒരു സംയുക്ത ദൗത്യമാണ് ആക്സിയം 4. അപ്പൊ കൃത്യമായിട്ട് പഠിക്കുക. ഏതൊക്കെയാണ്? നാസയുണ്ട്, പിന്നെ നമ്മുടെ ISRO ഉണ്ട്. മറന്നു പോകരുത്. ഇത്രയും വലിയൊരു ബഹിരാകാശ ദൗത്യമാകുമ്പോൾ നമ്മുടെ ISROയ്ക്കും ഇതിന് പങ്കുണ്ട് എന്ന് കൃത്യമായി ഓർക്കുക. നാസയുണ്ട്, ISRO ഉണ്ട്, പിന്നെ യൂറോപ്യൻ സ്പേസ് ഏജൻസി ഉണ്ട്, പിന്നെ സ്പേസ് എക്സ് ഉണ്ട്, ആക്സിയം സ്പേസ് ഉണ്ട്, പോളണ്ടിന്റെയും ഹംഗറിയുടെയും ബഹിരാകാശ ഏജൻസികൾ. ഏതൊക്കെ രാജ്യത്തിന്റെയാണ്? പോളണ്ടിന്റെയും ഹംഗറിയുടെയും ബഹിരാകാശ ഏജൻസികളുടെയും എല്ലാവരുടെയും ഒരു സംയുക്ത ദൗത്യമാണ് എന്തെന്ന് പറയുന്നത്? ആക്സിയം 4 എന്ന് പറയുന്നത്. അത് നാസയുടെ മാത്രമൊന്നുമല്ല, ഒത്തിരി പേരുടേതാണ്. ഒത്തിരി രാജ്യങ്ങളുടെ അല്ലെങ്കിൽ അവരുടെ ബഹിരാകാശ ഏജൻസികളുടെ ഒരു കൂട്ടായ ശ്രമമാണ് എന്ത്? ആക്സിയം 4. ഇന്ത്യയിൽ നിന്നെന്ന പോലെ പോളണ്ടിൽ നിന്നും ഹംഗറിയിൽ നിന്നും ISSലേക്ക് ആദ്യമായി മനുഷ്യർ ചെല്ലുന്ന ദൗത്യം കൂടിയാണത്. അപ്പോ ഇന്ത്യയിൽ നിന്നും ആദ്യമായി ഒരാൾ പോകുന്നു എന്നത് കൂടാതെ പോളണ്ടിൽ നിന്നും ഹംഗറിയിൽ നിന്നും ബഹിരാകാശ നിലയത്തിൽ, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ഓരോ വ്യക്തികൾ പോകുന്നു എന്നതും ഈ ദൗത്യത്തിന്റെ വളരെ പ്രത്യേകതയാണ്. അപ്പൊ നമ്മൾ ഹംഗറിയും പോളണ്ടും എടുത്തു പറഞ്ഞ പേരുകളാണ്. ആ രാജ്യത്തിന്റെയും കൂടെ ഒരു സംയുക്ത ദൗത്യമാണിത്. അപ്പോൾ ആ രാജ്യത്തു നിന്നും ഓരോ പ്രതിനിധികൾ എന്ത് ചെയ്യുന്നുണ്ട്? ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ പെഗ്ഗി വിൽസൺ ഒഴിച്ച് 2 പേര് നമ്മൾ പറഞ്ഞില്ലേ? ആ 2 പേരിൽ ഒരാൾ ഹംഗറിയിൽ നിന്നും ഒരാൾ പോളണ്ടിൽ നിന്നുമാണ്. അപ്പോ നമ്മുടെ ISRO ചില പേലോഡുകൾ ഈ ആക്സിയം 4 ദൗത്യത്തിലൂടെ എത്തിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? വോയേജർ ഡിസ്പ്ലേകൾ. എന്താണ്? വോയേജർ ഡിസ്പ്ലേകൾ, വോയേജർ ടാർഡിഗ്രേഡ്സ്, ക്രോപ്പ് സീഡ് ഓൺ ISS, സയനോബാക്ടീരിയ ഓൺ ISS, മയോജെനസിസ്, സ്പ്രൗട്ട്സ്, സ്പേസ് മൈക്രോ ആൽഗ. ഏതൊക്കെ പേലോഡുകളാണ് ISRO അയക്കുന്നത്? ഏതൊക്കെയാണ്? വോയേജർ ഡിസ്പ്ലേകൾ എന്തിനാണ്? മൈക്രോഗ്രാവിറ്റിയിൽ കമ്പ്യൂട്ടർ സ്ക്രീനുകൾ പോലുള്ള ഇലക്ട്രോണിക് ഡിസ്പ്ലേകൾ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് പഠിക്കുക. എന്താണ്? മൈക്രോഗ്രാവിറ്റിയിൽ കമ്പ്യൂട്ടർ സ്ക്രീനുകൾ പോലെയുള്ള ഇലക്ട്രോ ഡിസ്പ്ലേകൾ എങ്ങനെ പ്രവർത്തിക്കും എന്ന് പഠിക്കുന്നതിനുള്ള ഒരു പേലോഡാണ് ഏത്? വോയേജർ ഡിസ്പ്ലേകൾ. ഏതാണ്? വോയേജർ ഡിസ്പ്ലേകൾ. ഭാവി ബഹിരാകാശ പേടകങ്ങളിലെ കമ്പ്യൂട്ടറുകൾ ഡിസൈൻ ചെയ്യാൻ ഇത് ഉപകരിക്കും. അപ്പൊ ഭാവിയില് നമ്മുടെ ബഹിരാകാശ വാഹനങ്ങളിലെ അല്ലെങ്കിൽ പേടകങ്ങളിലെ കമ്പ്യൂട്ടറുകളൊക്കെ എങ്ങനെ പ്രവർത്തിക്കും അതിന്റെ രീതിക്കൊക്കെ എന്താണ് നമ്മുടെ ഈ വോയേജർ ഡിസ്പ്ലേകൾ ഉപകരിക്കും. അടുത്തത് വോയേജർ ടാർഡിഗ്രേഡ്സ്. ഏതാണ്? വോയേജർ ടാർഡിഗ്രേഡ്സ്. അപ്പോ ഇതിൽ ആകെ ഉള്ളത് 31 രാജ്യങ്ങളിൽ നിന്നായി 60 പരീക്ഷണങ്ങൾക്കായുള്ള പേലോഡുകളാണ്. എത്രയാണ്? 31 രാജ്യങ്ങളിൽ നിന്നായി 60 പരീക്ഷണങ്ങൾക്കുള്ള പേലോഡുകളാണ് ഈ ദൗത്യത്തിലുള്ളത്. അതിൽ ഇന്ത്യയിൽ നിന്നും 7 പേലോഡുകളാണ് അയച്ചിട്ടുള്ളതല്ല, അയക്കാൻ പോകുന്നത്. എത്രയാണ്? 7. ഇന്ത്യയിൽ നിന്നും 7 പേലോഡുകൾ. ഇന്ത്യയിൽ നിന്നുള്ള ആ 7 പേലോഡുകൾ. അതിൽ എന്തൊക്കെയാണ് അതിന്റെ സവിശേഷതകളെന്ന് നമുക്കൊന്ന് നോക്കാം. വോയേജർ ഡിസ്പ്ലേകൾ, വോയേജർ ടാർഡിഗ്രേഡ്, ക്രോപ്പ് സീഡ് ഓൺ ISS, സയാനോബാക്ടീരിയ ഓൺ ISS, മയോജെനസിസ്, സ്പ്രൗട്ട്സ്, സ്പേസ് മൈക്രോ ആൽഗെ. അപ്പോൾ ഇതാണ് ആ 7 പേലോഡുകൾ. നല്ല വെറൈറ്റി പേരുകളാണ്. ഇതെല്ലാം അതിന്റെ ലക്ഷ്യവുമായി ബന്ധപ്പെടുത്തിയാണ് എല്ലാത്തിനും ഒരു പേരിട്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് എളുപ്പമുണ്ടല്ലേ? നല്ല കൃത്യമായി പഠിക്കണം. അതിൽ വോയേജർ ഡിസ്പ്ലേകൾ, ഒന്നാമത്തേത് വോയേജർ ഡിസ്പ്ലേകൾ എന്തിനാണ്? മൈക്രോഗ്രാവിറ്റിയിൽ കമ്പ്യൂട്ടർ സ്ക്രീനുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു? എന്താണ്? മൈക്രോഗ്രാവിറ്റിയിൽ കമ്പ്യൂട്ടർ സ്ക്രീനുകൾ പോലെയുള്ള ഡിസ്പ്ലേകൾ എങ്ങനെ പ്രവർത്തിപ്പിക്കാം എന്ന് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വോയേജർ ഡിസ്പ്ലേകൾ. അപ്പൊ ആ പേര് തന്നെയുണ്ട് ഡിസ്പ്ലേ എന്ന പേരിൽ തന്നെയുണ്ട് മൈക്രോഗ്രാവിറ്റിയിൽ കമ്പ്യൂട്ടർ സ്ക്രീനുകൾ പോലെയുള്ള ഡിസ്പ്ലേകൾ എങ്ങനെ പ്രവർത്തിക്കും, അത് എങ്ങനെ ഉപയോഗിക്കാം, അതിനെ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നൊക്കെ പഠിക്കുന്നതാണ് വോയേജർ ഡിസ്പ്ലേകൾ. അടുത്തത് വോയേജർ ടാർഡിഗ്രേഡ്സ്. എന്താണ് വോയേജർ ടാർഡിഗ്രേഡ്സ്?
ജലക്കരടി അഥവാ വാട്ടർ ബെയർ അല്ലെങ്കിൽ മോസ് പന്നികൾ. എന്താണ്? മോസ് പന്നികൾ. മോസ് പന്നികൾ എന്ന് വിളിക്കുന്ന സൂക്ഷ്മ ജീവികളാണവ. എന്താണ്? ജലക്കരടി അല്ലെങ്കിൽ മോസ് പന്നികൾ എന്ന് വിളിക്കുന്ന സൂക്ഷ്മ ജീവികളാണവ. മൈക്രോഗ്രാവിറ്റിയിൽ ഇവ എങ്ങനെ പ്രതികരിക്കും എന്ന് പഠിക്കുന്നതാണ് വോയേജർ ടാർഡിഗ്രേഡിന്റെ ലക്ഷ്യം. എന്താണ്? വോയേജർ ടാർഡിഗ്രേഡിന്റെ ലക്ഷ്യം എന്താണ്? ജലക്കരടികൾ അല്ലെങ്കിൽ നമ്മുടെ മോസ് പന്നികൾ പോലെയുള്ള സൂക്ഷ്മ ജീവികൾ മൈക്രോഗ്രാവിറ്റിയിൽ എങ്ങനെ പ്രതികരിക്കും എന്ന് പഠിക്കുന്നതിനുള്ള ISROയുടെ പേലോഡാണ് എന്ത്? വോയേജർ ടാർഡിഗ്രേഡ്സ്. എന്താണ്? വോയേജർ ടാർഡിഗ്രേഡ്സ്. ഇവയെ ISSലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ബഹിരാകാശത്തെ ഇവയുടെ പ്രത്യുൽപാദന രീതി, നിരക്ക്, ഭൂമിയിലുള്ളതിനെ അപേക്ഷിച്ച് ഇതിന്റെ ജനിതക ഘടനയിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഇതിന്റെ അതിജീവന ശേഷിയുണ്ടോ എന്നിവയൊക്കെ പഠിക്കും. കൂടാതെ 8 കാലുള്ള ഇവയുടെ ശാസ്ത്രീയ നാമം പതിയെ നടക്കുന്നവർ എന്നർത്ഥമുള്ള ടാർഡിഗ്രേഡ്സ് എന്നാണ്. എന്താണ്? ടാർഡിഗ്രേഡ്സ്. അപ്പൊ അതാണ് ഈ വോയേജർ ടാർഡിഗ്രേഡ്സ്. എന്താണ്? ടാർഡിഗ്രേഡ്സ്. ടാർഡിഗ്രേഡ്സ്. ടാർഡിഗ്രേഡ്സ് എന്ന് വെച്ചാൽ എന്താണ്? പതിയെ നടക്കുക, പതിയെ നടക്കുക എന്ന അർത്ഥത്തിലാണ് ടാർഡിഗ്രേഡ്സ് എന്ന് ഇവയ്ക്ക് ഈ ജലക്കരടികൾ അല്ലെങ്കിൽ മോസ് പന്നികൾക്ക് പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ടാർഡിഗ്രേഡ് ഒരു ജലക്കരടി അല്ലെങ്കിൽ മോസ് പന്നികൾ എന്നറിയപ്പെടുന്ന ജീവികളുടെ ശാസ്ത്രീയ നാമമാണ് എന്ത്? ടാർഡിഗ്രേഡ്. അപ്പോൾ അവ എങ്ങനെയാണ് മൈക്രോഗ്രാവിറ്റിയിൽ പ്രതികരിക്കുന്നത്, അവയുടെ പ്രത്യുൽപാദനം എങ്ങനെയാണ്, അതിജീവനം എങ്ങനെയാണ്, അതിന്റെ പ്രതിരോധ ശേഷി ഭൂമിയിലേക്കാൾ കൂടുതലാണോ എന്നൊക്കെ പഠിക്കുന്നതിനുള്ള പേലോഡാണ് എന്ത്? വോയേജർ ടാർഡിഗ്രേഡ്. അടുത്തത് ക്രോപ്പ് സീഡ് ഓൺ ISS. ഇനി ഒരു ക്രോപ്പ് സീഡാണ്. 6 തരം വിത്തിനങ്ങളുടെ വളർച്ച, ഇലകളുടെ വികാസം എന്നിവയെ പറ്റി പഠിക്കാം. അപ്പോൾ ഒരു ക്രോപ്പിനെ പറ്റിയുള്ള പഠിത്തമാണ്. ക്രോപ്പ് സീഡ് ഓൺ ISS. എന്താണ്? അവിടെ ചില വിത്തുകളൊക്കെ നട്ടു നോക്കി അതിന്റെ വളർച്ച അവിടെ എങ്ങനെയാണ്, അതിന്റെ ഇലയുടെ വലിപ്പം. ഇല അറിയാലോ, നമുക്ക് ഫോട്ടോസിന്തസിസ് നടക്കുന്നത് സസ്യങ്ങളുടെ ഇലകളിലാണ്, നമുക്കറിയാം. അപ്പോൾ ആ ഇലകളുടെ വലിപ്പം ഒക്കെ എങ്ങനെയാണ് എന്ന് പഠിക്കുന്നതിനുള്ള പേലോഡാണ് ക്രോപ്പ് സീഡ് ഓൺ ISS. 4-മത്തേത് സൈനോബാക്ടീരിയ ഓൺ ISS. അപ്പൊ പേര് പോലെ തന്നെയാണ്. എന്താണ്? ജലത്തിൽ ജീവിക്കുന്ന പ്രകാശ സംശ്ലേഷണ ശേഷിയുള്ള ബാക്ടീരിയകളാണ് എന്ത്? സൈനോബാക്ടീരിയകൾ. സീറോ ഗ്രാവിറ്റിയിൽ 2 ഇനം സൈനോബാക്ടീരിയയുടെ കോശപ്രവർത്തനം, ജനിതക പ്രവർത്തനം, വളർച്ചാ നിരക്ക് എന്നിവയുടെ താരതമ്യമാണ് എന്ത്? സൈനോബാക്ടീരിയ ഓൺ ISS. എന്താണ് സൈനോബാക്ടീരിയ? ജലത്തിൽ പ്രകാശ സംശ്ലേഷണ ശേഷിയുള്ള ബാക്ടീരിയകളാണ് സൈനോബാക്ടീരിയകൾ. ഇവയുടെ പഠനം, ഇവ മൈക്രോഗ്രാവിറ്റിയിൽ ഇവയുടെ കോശപ്രവർത്തനവും ജനിതക ഘടനയും വളർച്ചാ നിരക്കും ഒക്കെ എങ്ങനെയാണ് എന്ന് പഠിക്കുന്നതിനുള്ള പേലോഡാണ് സൈനോബാക്ടീരിയ ഓൺ ISS. അപ്പോൾ സൈനോബാക്ടീരിയയെ പറ്റിയുള്ള ഫാക്ട് കൂടി നിങ്ങൾ അറിഞ്ഞു പോവുക. അപ്പോൾ അടുത്ത പേലോഡ് 5-മത്തത് മയോജെനസിസ്. എന്താണ്? മയോജെനസിസ്. മൈക്രോഗ്രാവിറ്റിയിൽ ശരീരപേശികൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ പഠിക്കുക. ബഹിരാകാശ യാത്രികർക്കുണ്ടാകുന്ന പേശി സംബന്ധമായ അസുഖങ്ങൾ, ഇവയുടെ കാരണങ്ങളൊക്കെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് എന്ത്? മയോജെനസിസ്. എന്താണ്? മയോജെനസിസ്. അപ്പോൾ മയോ ആ വാക്ക് തന്നെ നമ്മുടെ മസിലുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ? നമ്മുടെ മസിൽസ്, പേശികളുമായി ബന്ധപ്പെട്ട വാക്കാണ് മയോ. അപ്പോൾ മയോജെനസിസ്. എന്തിനാണ് മയോജെനസിസ് പേലോഡ്? എന്തിനാണ്? മൈക്രോഗ്രാവിറ്റിയിൽ നമ്മുടെ പേശികൾ, നമ്മുടെ അസ്ഥികൾ, നമ്മുടെ മസിൽസ് ഒക്കെ എങ്ങനെ പ്രവർത്തിക്കും എന്ന് പഠിക്കണം. അപ്പൊ ഇതുവഴി എന്ത് സംഭവിക്കും? നമ്മൾ സുനിത വില്യംസ് സ്പേസിലായിരുന്നപ്പോൾ പറഞ്ഞായിരുന്നു, അവരിനി എന്താണ് ഭൂമിയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം അവിടെ സീറോ ഗ്രാവിറ്റി ആണ്, ഇവിടെ വരുമ്പോൾ നമുക്ക് 9.8 നമ്മുടെ എന്തുണ്ട്? നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൽ എത്തുമ്പോൾ അവർ തളർന്നു പോകും, കാല് നിലത്തുറക്കില്ല എന്നൊക്കെ ഒത്തിരി ന്യൂസുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവിടെ മസിൽസിലൊക്കെ ഉണ്ടാകുന്ന ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താണ്? സുനിത വില്യംസിന്റെ കവിളൊക്കെ ഇങ്ങനെ എന്താണ് ലൂസ് ആയിട്ട് കിടക്കുന്ന, ഈ വയസ്സായവരുടെ സ്കിന്ന് തൊലിയൊക്കെ വലിഞ്ഞിരിക്കൂലേ, അതുപോലെയൊക്കെ ഇരിക്കുന്ന പല വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇത്തരത്തിൽ അവർക്ക് എന്താണ്, അവര് ഇതുപോലെ ബഹിരാകാശത്തൊക്കെ പോകുമ്പോൾ അവർക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതിനൊക്കെ ഒരു പരിഹാരം കണ്ടുപിടിക്കാനാണ് മയോജെനസിസ്. അടുത്ത സ്പ്രൗട്ട്സ്. എന്താണ്? വിത്ത് മുളപ്പിക്കൽ പരീക്ഷണം. ചെറുപയർ, ഉലുവ എന്നീ വിത്തുകൾ. എന്താണ്? വിത്തുകളിട്ട് അതിനെ മുളപ്പിക്കുന്ന ഒരു പരീക്ഷണം, അതാണ് സ്പ്രൗട്ട്സ്. എന്തൊക്കെയാണ് പോകുന്നത്? ചെറുപയറിന്റെ വിത്തും ഉലുവയുടെ വിത്തുകളുമാണ് ഇതിന് ഉപയോഗിക്കുന്നത്. കാര്യം നമുക്കറിയാം, ഇത് രണ്ടും പെട്ടെന്ന് വളരുന്നതാണ്.
ചെറുപയർ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴേ നമ്മൾ എന്താണ് സ്കൂളിൽ ഒരു ചെടിയുടെ വളർച്ച നിരീക്ഷിക്കുക. ഇത് ടീച്ചർ പറയും, നമ്മൾ എന്ത് ചെയ്യും, വീട്ടിൽ വന്ന് കുറച്ച് പയറെടുത്ത് ഒരു ചിരട്ടയിൽ മണ്ണൊക്കെ നിറച്ച് കുഴിച്ചു വെച്ച് അതിന്റെ വളർച്ച ഓരോ ദിവസം എഴുതി വെക്കും. എന്തുകൊണ്ടാണ് പയർ തന്നെ തിരഞ്ഞെടുക്കുന്നത്? പെട്ടെന്നല്ലേ, അതിന് വളർച്ച പെട്ടെന്നാണ്, പെട്ടെന്ന് അതിൽ മുള പൊട്ടും. അപ്പൊ അതുകൊണ്ടാണ് എല്ലാ ടീച്ചർമാരും പയർ പറയുന്നത്. പെട്ടെന്ന് പൊക്കമൊക്കെ വെച്ചിട്ട് നമുക്ക് അതിന്റെ വളർച്ച പെട്ടെന്ന് രേഖപ്പെടുത്താൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയും സ്പ്രൗട്ട്സിൽ ഉപയോഗിച്ചിരിക്കുന്നത് ചെറുപയറും പിന്നെന്താണ്, ഉലുവയുമാണ്. ചെറുപയറും ഉലുവയും. ക്രോപ്പ് സീഡ് ഓൺ ISSഉം സ്പ്രൗട്ട്സും തമ്മിൽ തിരിഞ്ഞു പോകരുത്. ഇവിടെ 6 തരം വിത്തുകളുടെ വളർച്ച തന്നെയാണ്. പിന്നെന്താണ്, അതിന്റെ ഇലയുടെ വികാസം. ഇവിടെ എന്താണ്, വിത്ത് മുളപ്പിക്കൽ, ചെറുപയർ, ഉലുവ എന്നീ വിത്തുകളാണ് എവിടെ ഉപയോഗിക്കുന്നത്, സ്പ്രൗട്ട്സിൽ ഉപയോഗിക്കുന്നത്. അടുത്ത 7ാമത്തത് സ്പേസ് മൈക്രോ ആൽഗ. എന്താണ് സ്പേസ് മൈക്രോ ആൽഗ? എന്താണ് സ്പേസ് മൈക്രോ ആൽഗ? ഭക്ഷ്യയോഗ്യമായ മൈക്രോ ആൽഗകൾ മൈക്രോഗ്രാവിറ്റിയിലും വികിരണങ്ങളോടും എങ്ങനെ പ്രതികരിക്കുന്നു? എന്താണ് ഭക്ഷ്യയോഗ്യമായിട്ടുള്ള മൈക്രോ ആൽഗകൾ? അപ്പൊ അവർക്ക് ബഹിരാകാശ നിലയിൽ താമസിക്കുന്നവർക്ക് ഫുഡൊക്കെ വേണ്ടേ? അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു പരീക്ഷണം നമുക്ക് ഉപകരിക്കും അല്ലേ? അതായത് മൈക്രോഗ്രാവിറ്റിയിൽ നമുക്ക് ഭക്ഷ്യയോഗ്യമായ ആൽഗകൾ, മൈക്രോ ആൽഗകൾ എങ്ങനെ പ്രവർത്തിക്കും, അതിന്റെ വളർച്ച എങ്ങനെയാണ് എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് സ്പേസ് മൈക്രോ ആൽഗ. എന്താണ് സ്പേസ് മൈക്രോ ആൽഗെ? അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, നമ്മുടെ ശുഭാൻശു ശുക്ല പോകുന്ന ആക്സിയം 4 ദൗത്യത്തിൽ ഇന്ത്യയുടെ 7 പേലോഡുകളാണ് പോകുന്നത്. എത്ര എണ്ണമാണ്? 7 എണ്ണം. കൃത്യമായി പഠിക്കുക. 7 പേലോഡുകൾ. വോയേജർ ഡിസ്പ്ലേകൾ, വോയേജർ ടാർട്ടിഗ്രേഡ്, ക്രോപ്പ് സീഡ് ഓൺ ISS, സൈനോബാക്ടീരിയ ഓൺ ISS, മയോജെനസിസ്, സ്പ്രൗട്ട്സ്, സ്പേസ് മൈക്രോ ആൽഗ. അപ്പൊ ഇതെല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണും. വോയേജർ ഡിസ്പ്ലേകൾ എന്താണ്? കമ്പ്യൂട്ടർ സ്ക്രീനുകൾ പോലുള്ള ഡിസ്പ്ലേകൾ മൈക്രോഗ്രാവിറ്റിയിൽ എങ്ങനെ പ്രവർത്തിക്കും, അതാണ് വോയേജർ ഡിസ്പ്ലേകൾ. വോയേജർ ടാർഡിഗ്രേഡ്. ടാർഡിഗ്രേഡ് എന്ന് പറയുന്നത് നമ്മുടെ മോസ് പന്നികൾ അഥവാ ജലക്കല്ലുകൾ പോലുള്ള സൂക്ഷ്മജീവികൾ, അതിന്റെ പേരാണ്, അതിന്റെ സയന്റിഫിക് നെയിമാണ് ടാർഡിഗ്രേഡ് എന്ന് പറയുന്നത്. അത് പതിയെ നടക്കുന്നു എന്ന അർത്ഥത്തിലാണ് അതിന് ഈ പേര് വന്നിരിക്കുന്നത്. അപ്പോൾ അവയുടെ വളർച്ച, അവയുടെ പ്രത്യുൽപാദനം, അവയുടെ വളർച്ച അല്ലെങ്കിൽ അതിന്റെ പ്രതിരോധ ശേഷി ഒക്കെ എങ്ങനെയാണ് എന്ന് പഠിക്കാനാണ് വോയേജർ ടാർഡിഗ്രേഡ്സ്. അടുത്തത് ക്രോപ്പ് സീഡ് ഓൺ ISS. എന്താണ്? 6 തരം വിത്തുകൾ അല്ലെ? 6 തരം വിത്തുകൾ എന്താണ് മുളപ്പിക്കുക, പിന്നെ അവയുടെ ഇലകളുടെ വികാസം അതിനെപ്പറ്റി പഠിക്കുക. അതിനു വേണ്ടിയിട്ടാണ് ക്രോപ്പ് സീഡ് ഓൺ ISS. അടുത്ത സൈനോബാക്ടീരിയ ഓൺ ISS. എന്തായിരുന്നു സൈനോബാക്ടീരിയ ഓൺ ISS? എന്തായിരുന്നു? എന്താണ് സൈനോബാക്ടീരിയ? ജലത്തിൽ പ്രകാശ സംശ്ലേഷണ ശേഷിയുള്ള ബാക്ടീരിയയാണ് സൈനോബാക്ടീരിയ. ഇവ മൈക്രോഗ്രാവിറ്റിയിൽ എങ്ങനെയാണ് അതിന്റെ പ്രജനനവും കാര്യങ്ങളും അതിൻ്റെതാണ് ജനിതക ഘടനയൊക്കെ എങ്ങനെയാണ് എന്ന് പഠിക്കാനാണ് സൈനോബാക്ടീരിയ ഓൺ ISS. അടുത്ത എന്തായിരുന്നു? മയോജെനസിസ്. മയോജെനസിസ് എന്താണ്? പേര് പോലെ തന്നെ മൈക്രോഗ്രാവിറ്റിയിൽ നമ്മുടെ മസിൽസ് എങ്ങനെയാണ് അതിന്റെ പ്രവർത്തനവും കാര്യങ്ങളും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് മയോജെനസിസ്. സ്പ്രൗട്ട്സ് എന്താണ്? വിത്ത് മുളപ്പിക്കൽ. അവിടെ വിത്തിടലേ ഉണ്ടായിരുന്നു, ഇവിടെ എന്താണ്? വിത്ത് മുളപ്പിക്കണം, വിത്ത് മുളപ്പിക്കൽ. പയറും ഉലുവയുമാണ് പരീക്ഷണത്തിൽ എടുത്തിരിക്കുന്നത്. അടുത്തത് സ്പേസ് മൈക്രോ ആൽഗ. എന്തായിരുന്നു അത്? ഭക്ഷ്യയോഗ്യമായ ആൽഗകളെ മൈക്രോഗ്രാവിറ്റിയിൽ വളർത്തുക അല്ലെ? അതിന്റെ എങ്ങനെയാണ് അതിന്റെ വളർച്ച എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് സ്പേസ് മൈക്രോ ആൽഗ. അപ്പോൾ ഈ ISROയുടെ 7 പേലോഡുകളാണ് നമ്മളിപ്പോ പറഞ്ഞത്. അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു നമ്മുടെ ശുഭാംശു ശുക്ല ഒറ്റയ്ക്കല്ല ഇത് പോകുന്നത്, ബാക്കി 3 പേരുടെ ഉണ്ട്. അപ്പൊ ആരൊക്കെയാണ് ബാക്കി ആ 3 പേർ? അപ്പൊ നമ്മുടെ ആക്സിയം 4 ദൗത്യത്തിൽ ആകെ അംഗങ്ങൾ എത്ര പേരാണ്? 4 പേരാണ്. അപ്പൊ പേര് പോലെ തന്നെ 4 പേരാണ് ഈ ദൗത്യത്തിലുമുള്ളത്. ഒന്ന് നമ്മുടെ ശുഭാംശു ശുക്ല ഗ്രൂപ്പ് ക്യാപ്റ്റൻ ആണ്, മിഷൻ പൈലറ്റ് ആണ്. എന്താണ്? ഇതിന്റെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ആണ്, മിഷൻ പൈലറ്റ് ആണ്, UP സ്വദേശിയാണ്. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ ഗഗൻയാൻ പദ്ധതിയുടെ ഭാഗമാണ് ആര്? നമ്മുടെ ശുഭാംശു ശുക്ല. ISSലോട്ട് പോകുന്ന തിരക്കില് നിങ്ങൾ ആരും ഗഗൻയാൻ മറന്നു പോകരുത്. നമ്മുടെ ഗഗൻയാൻ പദ്ധതിയുടെ ഭാഗം കൂടിയാണ് ആര്? ശുഭാംശു ശുക്ല. അടുത്ത വരുന്നത് പെഗ്ഗി വിൽസൺ. നമുക്കറിയാം ആക്സിയം 4ന്റെ കമാൻഡർ ആണ്. ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് ചെലവഴിച്ച അമേരിക്കക്കാരി. ISSലെ ആദ്യ വനിതാ കമാൻഡർ ആണ് ആര്? പെഗ്ഗി വിൽസൺ. എന്താണ്? ISSന്റെ ആദ്യ വനിതാ കമാൻഡർ ആരാണ്?
പെഗ്ഗി വിറ്റ്സൺ ആണ്. അപ്പോൾ കൃത്യമായി ഓർക്കുക, ഓപ്ഷനിൽ ഉറപ്പായിട്ടും നമ്മുടെ പ്രിയപ്പെട്ട സുനിത വില്യംസ് ഉണ്ടാകും. അപ്പോൾ സുനിത വില്യംസിനെ കണ്ട് മതിമറന്ന് നമ്മൾ ആ കുരുക്കിൽ വീഴരുത്. ISSന്റെ ആദ്യ വനിതാ കമാൻഡർ ആരാണ്? നമ്മുടെ പെഗ്ഗി വിറ്റ്സൺ ആണ്. അടുത്തത് സ്വാവോസ് ഉയാൻസ്കി. ഈ രണ്ട് പേരുകൾ നിങ്ങൾ കൃത്യമായി പഠിക്കുക. പോളണ്ടിൽ നിന്നുള്ള വ്യക്തിയാണ് ആര്? സ്വാവോസ് ഉയാസ്കി. ആരാണ്? സ്വാവോസ് ഉയാൻസ്കി. ഏതാണ്? ഉയാൻസ്കി. ഉയാസ്കി അല്ല, ഉയാൻസ്കി. സ്വാവോസ് ഉയാൻസ്കി പോളണ്ടിൽ നിന്നുള്ള വ്യക്തിയാണ്. മിഷൻ സ്പെഷ്യലിസ്റ്റ് ആണ് സ്വാവോസ് ഉയാൻസ്കി. അടുത്തത് ടിബർ കപൂര. ആരാണ്? ടിബർ കപൂര. ടിബർ കപൂര ഹംഗറിയിൽ നിന്നാണ്. മിഷൻ സ്പെഷ്യലിസ്റ്റ് ആണ്. ടിബർ കപൂര ഹംഗറിയിൽ നിന്നാണ്. എവിടെയാണ്? ഹംഗറി. സ്വാവോസ് ഉയാൻസ്കി പോളണ്ടിൽ നിന്നും, പിന്നെ ആരാണ്? ടിബർ കപൂര ഹംഗറിയിൽ നിന്നുമാണ്. അപ്പൊ നമ്മൾ എടുത്തു പറഞ്ഞ രണ്ട് രാജ്യങ്ങളുടെ പേരാണ്. അവർ രണ്ടുപേരും ഓരോ വ്യക്തികളെ വീതം ISSലേക്ക് വിടുന്നുണ്ട്. ഒരാള് സ്വാവോസ് ഉയാൻസ്കി, രണ്ടാമത്തേത് ടിബർ കപൂര. ആരാണ്? ടിബർ കപൂര. അപ്പൊ ഇതാണ് ആ 3 വ്യക്തികൾ. പെഗ്ഗി വിറ്റ്സൺ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് നമ്മുടെ പോളണ്ടിന്റെ സ്വാവോസ് ഉയാൻസ്കി. ഇതാണ് നമ്മുടെ സ്വാവോസ് ഉയാൻസ്കി. ഹംഗറിയുടെ ടിബർ കപൂര. അപ്പൊ ഇവര് 3 പേരുമാണ് നമ്മുടെ ശുഭാൻശു ശുക്ലയോടൊപ്പം ISSലേക്ക് പോകുന്നത്. ISSനെ പറ്റി 1-2 പോയിന്റ്സ് ഇവിടെ നമുക്ക് നോക്കാം. ഭൂമിയിൽ നിന്നും 400 കിലോമീറ്റർ അകലത്തിലാണ് ISS സ്ഥിതി ചെയ്യുന്നത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം, ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. എന്താണ്? ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ഭൂമിയിൽ നിന്നും 400 കിലോമീറ്റർ അകലെയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. കാരണം നമ്മുടെ ക്ലാസ് ഫോളോ ചെയ്യുന്നവർക്ക് എന്താണ്, നമ്മൾ സുനിത വില്യംസോടെ പെട്ടുപോയ സമയത്ത് ഒത്തിരി തവണ ഈ ദൂരം പറഞ്ഞതാണ്. 400 കിലോമീറ്റർ ആണ് എന്തിന്റെ അകലം? ഭൂമിയും ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനും തമ്മിലുള്ള അകലം എത്രയാണ്? 400 കിലോമീറ്റർ ആണ്. ഇതിന്റെ നീളം 109 മീറ്ററും വീതി 73 മീറ്ററും ആണ്. എന്താണ്? 109 മീറ്റർ. 109 മീറ്റർ നീളവും 73 മീറ്റർ വീതിയുമുണ്ട്. 1998 US, റഷ്യ, ജപ്പാൻ, കാനഡ, യൂറോപ്യൻ സ്പേസ് ഏജൻസി എന്നിവർ ചേർന്നാണ് ഇത് നിർമ്മിച്ചത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം നിർമ്മിച്ചത് ആരൊക്കെ ചേർന്നാണ്? 1998 റഷ്യ, ജപ്പാൻ, USA, നമ്മുടെ യൂറോപ്യൻ സ്പേസ് ഏജൻസി, കാനഡ. ഏതൊക്കെയാണ്? USA, റഷ്യ, ജപ്പാൻ, യൂറോപ്യൻ സ്പേസ് ഏജൻസി, കാനഡ. ഇവർ 5 പേരും, ഈ 5 കൂട്ടരും കൂടെ ചേർന്നിട്ടാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്? നമ്മുടെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ നിർമ്മിച്ചിരിക്കുന്നത്. വർഷം ഏതാണ്? 1998 ശുഭാംശുവിന്റെ യാത്രയിൽ പ്രമേഹ ഗവേഷണവും. അപ്പോൾ പ്രമേഹ ഗവേഷണം കൂടി നമ്മുടെ ശുഭാംശു ശുക്ലയുടെ യാത്രയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ സ്വീറ്റ് റൈഡ്. എന്താണ്? സ്വീറ്റ് റൈഡ് ഗവേഷണ പദ്ധതി. എന്താണ്? സ്വീറ്റ് റൈഡ് ഗവേഷണ പദ്ധതി കൂടി നമ്മുടെ ഈ ആക്സിയം 4 പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ്? സ്വീറ്റ് റൈഡ് ആണ് പദ്ധതി. ഇത് എന്തിനു സഹായിക്കുന്നു? ബഹിരാകാശത്തും ഭൂമിയിലും പ്രമേഹത്തിന്റെ പരിമിതികളെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷണമാണ് ഏത്? സ്വീറ്റ് റൈഡ് എന്ന് പറയുന്നത്. എന്താണ്? ബഹിരാകാശത്തായാലും ഭൂമിയിലായാലും നമുക്ക് എന്തുണ്ടാവും? പ്രമേഹമുണ്ടാകും. അപ്പോൾ ആ പ്രമേഹത്തെ എങ്ങനെ അതിജീവിക്കാം എന്ന് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് എന്ത്? സ്വീറ്റ് റൈഡ് നമ്മുടെ ആക്സിയം 4 മിഷന്റെ ഭാഗമാണ് എന്നുകൂടി ഒന്ന് ഓർക്കുക. അപ്പോൾ ഈ നിൽക്കുന്നതെല്ലാം ഇതിന്റെ പിന്നിൽ, നമ്മുടെ ഈ സ്വീറ്റ് റൈഡിന്റെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തികളാണ് ഈ വാർത്തയിൽ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നത് കേട്ടോ. അപ്പൊ സ്വീറ്റ് റൈഡ് നിങ്ങൾ ആരും മറക്കരുത്. ദാഹിക്കുന്നു ഭഗിനി. അപ്പൊ ദാഹിക്കുന്നു ഭഗിനി, കൃപാരസ, മോഹനം കുളിർ, കണ്ണീര് ദാശു നീ, ഓമലേ തരൂ, തെല്ലെന്ന് കേട്ടരാ എന്നും പറഞ്ഞ് ഒരു പാട്ട് പണ്ട് ഞാൻ പഠിച്ചിട്ടുണ്ട്. അതാണ് ഞാനിപ്പോ പാടിയത്. അപ്പോൾ ആ ചില വരികള് എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അതാണ് നിങ്ങളിപ്പോ കേട്ടത്. അപ്പൊ ദാഹിക്കുന്നു ഭഗിനി എത്രാം ക്ലാസ്സിലാണ്? 9ാം ക്ലാസ്സിലെ കേരള പാഠാവലി ഭാഗം 1. നമുക്കറിയാം SCERT ടെക്സ്റ്റുകളും NCERT ടെക്സ്റ്റുകളും നമ്മുടെ കേരള PSCക്ക് ഭയങ്കര പ്രിയമാണ്. ഇത് വാർത്തയിൽ വന്നത് കൂടിയാണ്. ഇത് വെറുതെ കുട്ടികൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ 1992 കുമാരനാശാൻ എഴുതിയ പ്രശസ്തമായ ഒരു കൃതിയാണ് എന്ത്? ചണ്ടാല ഭിക്ഷുകി.
ചണ്ടാല ഭിക്ഷുകിയിലെ വരികളാണ് ഈ ദാഹിക്കുന്നു ഭഗിനി എന്ന് പറഞ്ഞ് തുടങ്ങുന്നത്. ഏതാണ്? ചണ്ടാല ഭിക്ഷുകി. അപ്പോ ഒരു സന്യാസി തന്റെ സഞ്ചിയൊക്കെ തൂക്കി ഇങ്ങനെ നടന്നു വരികയാണ്. അയാൾക്ക് നന്നായിട്ട് ദാഹിച്ചു. നോക്കുമ്പോ ഒരു പെൺകുട്ടി കിണറ്റിൻകരയിൽ നിന്നും വെള്ളം കോരുന്നു. അപ്പൊ ആ കുട്ടിയോട് കുറച്ച് വെള്ളം ചോദിക്കുമ്പോ ആ കുട്ടി പറയും, ഞാൻ താഴ്ന്ന ജാതിയിൽപ്പെട്ടതാണ്, എനിക്ക് നിങ്ങൾക്ക് വെള്ളം തരാവോ, ഞാൻ താഴ്ന്ന ജാതിയിൽപ്പെട്ടതാണ് എന്ന് പറയുമ്പോ ആ സന്യാസി പറയും, നീ ചെയ്യുന്ന പ്രവൃത്തിയാണ് ഏറ്റവും വലിയ കാര്യം, അല്ലാതെ ഈ ജാതി ഒന്നുമല്ല എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയുടെ വെള്ളം കുടിക്കും. ഈ കുട്ടി എന്ത് ചെയ്യും? ആ സന്യാസിയിൽ ആകൃഷ്ടനായി അദ്ദേഹത്തെ തേടിപ്പോയി സന്യാസമതം, അതായത് സന്യാസമതമല്ല, സന്യാസം സ്വീകരിച്ച് അങ്ങനെ സന്യാസിയായി തന്നെ ജീവിക്കുന്ന അതൊക്കെയാണ് ഇതിന്റെ ഒരു ചെറിയ ഇതിവൃത്തം. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് 1922 കുമാരനാശാൻ ചണ്ടാല ഭിക്ഷുകി എഴുതുന്നത്. ഏതാണ് വർഷം? 1922. വിരമിക്കലിലും ഞെട്ടിച്ച് പൂരൻ. അപ്പൊ നമ്മുടെ നിക്കോളാസ് പൂരൻ വിരമിച്ചിരിക്കുന്നു. ബാറ്റിംഗിൽ എന്ന പോലെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നുമുള്ള വിരമിക്കൽ. വെസ്റ്റ് ഇൻഡീസിന്റെ താരമാണ്. 29 വയസ്സ്, വെറും 29 വയസ്സാണ് നിക്കോളാസ് പൂരനുള്ളത്. വെസ്റ്റ് ഇൻഡീസിന്റെ കളിക്കാരനാണ് എന്ന് ഓർക്കുക. അപ്പോൾ അടുത്തിടെ വിരമിച്ച വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് താരമാണ് നിക്കോളാസ് പൂരൻ. അദ്ദേഹം തന്റെ 29ാമത്തെ വയസ്സിലാണ് വിരമിക്കുന്നത്. അതാണ് വിരമിക്കലിൽ ഞെട്ടിച്ചത്. ഈ പ്രായത്തിൽ ആരെങ്കിലും, അതായത് ഒരു അന്താരാഷ്ട്ര കളിക്കാരൻ അങ്ങനെ വിരമിക്കാറില്ല. പക്ഷെ ഞങ്ങളുടെ നിക്കോളാസ് പൂരൻ അത് തെറ്റിച്ചുകൊണ്ട് 29ാം വയസ്സിൽ വിരമിക്കുന്നു. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും എല്ലാത്തിനും അദ്ദേഹം വിരമിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഫിഡെ റാങ്കിംഗ് എരിഗാസി 3ാം സ്ഥാനത്ത്. ഇപ്പൊ നമ്മുടെ അർജുൻ എരിഗാസി ഫിഡെ റാങ്കിങ്ങിൽ 3ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. ഫിഡെയുടെ പുതിയ ലോക ചെസ് റാങ്കിങ്ങിൽ ഇന്ത്യൻ താരങ്ങളായ അർജുൻ എരിഗാസി 2782 എലോ പോയിന്റുമായി 3ാം സ്ഥാനത്തേക്ക് മടങ്ങിയപ്പോൾ നമ്മുടെ ലോക ചാമ്പ്യൻ ഡി ഗുഗേഷ് 2776 പോയിന്റുമായി 5ാം സ്ഥാനത്തായി. അപ്പോ നമ്മുടെ അർജുൻ എരിഗാസി 3ാം സ്ഥാനത്ത്, 5ാം സ്ഥാനത്ത് ഡി ഗുഗേഷ്, 7ാം സ്ഥാനം നമ്മുടെ പ്രജ്ഞാനന്ദ നിലനിർത്തി. പ്രജ്ഞാനന്ദ കുറച്ച് നാളായിട്ട് 7ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. അദ്ദേഹം തന്റെ 7ാം സ്ഥാനം നിലനിർത്തി. അപ്പോൾ ഫിഡെ റാങ്കിങ്ങിൽ 3ാം സ്ഥാനത്തെത്തിയത് ആരാണ്? അർജുൻ എരിഗാസി. അങ്ങനെയെങ്കിൽ 1ാം സ്ഥാനം ആർക്കാണ്? നമ്മുടെ ചെസ്സിന്റെ രാജാവിന് തന്നെയാണ്. ആരാണ്? മാഗ്നസ് കാൾസൺ. നോർവേയുടെ മാഗ്നസ് കാൾസൺ 2837 പോയിന്റ് 2837 പോയിന്റുമായി തന്റെ 1ാം സ്ഥാനം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ നോർവീജിയൻ ചെസ് മാസ്റ്റർ ആയതും ആരാണ്? നമ്മുടെ മാഗ്നസ് കാൾസൺ ആണ്. 2ാം സ്ഥാനത്തുള്ളത്, 3ാം സ്ഥാനം നമ്മുടെ അർജുൻ എരിഗാസി ആണെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ 2ാം സ്ഥാനം ആർക്കാണ്? 2ാം സ്ഥാനം അമേരിക്കയുടെ ഹിക്കാരു. ആരാണ്? ഹിക്കാരു. ഷിക്കാരി അല്ല, ഹിക്കാരു നാകാമുറ. എന്താണ്? ഹിക്കാരു നാകാമുറ. പേര് കേട്ടിട്ട് നമുക്ക് അമേരിക്കക്കാരനെന്ന് തോന്നത്തില്ല. പക്ഷെ അമേരിക്കയുടെ ഹിക്കാരു നാകാമുറയാണ് 2ാം സ്ഥാനം. ഒരു കൊറിയൻ പേര് പോലെ കണ്ടല്ലേ, ഹിക്കാരു. കൊറിയൻ, ജപ്പാൻ, ആ ഒരു ടൈപ്പ് പേര്. ഹിക്കാരു നാകാമുറയാണ് 2ാം സ്ഥാനം. 1ാം സ്ഥാനം മാഗ്നസ് കാൾസൺ, 2ാം സ്ഥാനം ഹിക്കാരു നാകാമുറ, 3ാം സ്ഥാനം അർജുൻ എരിഗാസി, 5ാം സ്ഥാനം ഡി ഗുഗേഷ്, 7ാം സ്ഥാനം ആർ പ്രജ്ഞാനന്ദ. അപ്പോ നമുക്കിനി അടുത്തതായിട്ട് ഒന്ന് റിവിഷൻ ചെയ്യാം. പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ എന്ന് അറിയണമല്ലോ. അമേരിക്കയുടെ ലോക 2ാം നമ്പർ താരം കോക്കോ ഗോഫിന് ഫ്രഞ്ച് ഓപ്പൺ വനിതാ കിരീടം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. അപ്പൊ നമുക്ക് തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം ദിവസം നമുക്ക് ഇതൊന്ന് മാറ്റി ഒന്ന് പറഞ്ഞു നോക്കാം. കാര്യം ഗ്രാൻഡ് സ്ലാം എല്ലാ പരീക്ഷകളിലും ചോദിക്കുന്നതാണ്. 2025ഉം 2024 ഒക്കെ മാറ്റിമറിച്ച് വരും. അപ്പോ അമേരിക്കയുടെ ലോക 2ാം നമ്പർ താരം കോക്കോ ഗോഫിനാണ് 2025 ഫ്രഞ്ച് ഓപ്പൺ വനിതാ കിരീടം. വീഴ്ത്തിയത് ലോക 1ാം നമ്പർ താരമായ ആര്യാന സബലങ്കയാണ്. അപ്പോ ലോക 1ാം നമ്പർ താരം ആര്യാന സബലങ്കയാണ്. 1ാം നമ്പറുകാർ വീഴുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്, അല്ലെ? യുവേഫ നേഷൻസ് ലീഗ് കിരീടത്തിൽ പോർച്ചുഗീസ് മുത്തം. അപ്പൊ പോർച്ചുഗീസിലാണ് ഈ വർഷത്തെ യുവേഫ നേഷൻസ് ലീഗ്. അത് നിങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചിരിക്കുക. നേഷൻസ് ലീഗ് ആണ്, ചാമ്പ്യൻസ് ലീഗ് അല്ല. ചാമ്പ്യൻസ് ലീഗ് വേറെ, ഇത് നേഷൻസ് ലീഗ്. ഇത് രാജ്യങ്ങൾ തമ്മിലുള്ള കളിയാണ്. യുവേഫ നേഷൻസ് ലീഗ് കിരീടം പോർച്ചുഗലിന്.
റൊണാൾഡോയുടെ അന്താരാഷ്ട്ര ഫുട്ബോളിൽ 3ാമത്തെ കിരീടമാണ് ഈ UEFA കിരീടം. എത്രാമത്തെയാണ്? 3ാമത്തേത്. റൊണാൾഡോയ്ക്ക് അന്താരാഷ്ട്ര ഫുട്ബോളിൽ 3ാം കിരീടമാണ് UEFA നാഷൻസ് ലീഗ് സമ്മാനിച്ചിരിക്കുന്നത്. കാനഡയിലെ കനാനസ്കിസിൽ നടക്കുന്ന G7 ഉച്ചകോടിക്കായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിച്ച് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി ഒരു വനിതയാണ് കേട്ടോ. അപ്പോ മാർക്ക് കാർണി, കനേഡിയൻ പ്രധാനമന്ത്രിയായ മാർക്ക് കാർണി അവസാനം നമ്മുടെ മോദിയെ ക്ഷണിച്ചു. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞതാണ്, എന്താണ്, G7 ഉച്ചകോടിയിൽ ഇന്ത്യക്ക് ക്ഷണം ലഭിച്ചില്ല എന്ന്. ഇപ്പോ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ? അപ്പൊ ഈ താഴെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് ട്രൂ? അർജുൻ എരിഗാസി ഈസ് റാങ്ക്ഡ് നമ്പർ 1. മാഗ്നസ് കാൾസൺ ഹാസ് ലോസ്റ്റ് ഹിസ് ടോപ്പ് സ്പോട്ട്. മാഗ്നസ് കാൾസൺ ഈസ് സ്റ്റിൽ അറ്റ് ദ ടോപ്പ് ഓഫ് ദി റാങ്കിങ്സ്. ഡി ഗുഗേഷ് ഹാസ് ഓവർടേക്കൺ കാൾസൺ. അപ്പൊ ഓപ്ഷൻ എ നമുക്ക് നോക്കാം. അർജുൻ എരിഗാസി ഈസ് റാങ്ക്ഡ് നമ്പർ 1. അർജുൻ എരിഗാസി ആണോ നമ്പർ 1? നമ്മൾ എന്താ പഠിച്ചത്? അപ്പൊ നിങ്ങൾ എല്ലാവരും ഉത്തരം കമന്റ് ചെയ്യട്ടോ. അറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവരും കമന്റ് ചെയ്യുക. എന്നാലും നമുക്കൊന്ന് നോക്കാം. അർജുൻ എരിഗാസി നമ്മൾ എത്രയാന്നാ പറഞ്ഞത്? റാങ്ക് 3 എന്നാ പറഞ്ഞത്. അപ്പോ ഇതല്ല ശരിയായിട്ടുള്ളത്. മാഗ്നസ് കാൾസൺ ഹാസ് ലോസ്റ്റ് ഹിസ് ടോപ്പ് സ്പോട്ട്, അങ്ങനെയാണോ പറഞ്ഞത്? നമ്മൾ എന്താ പറഞ്ഞത്? മാഗ്നസ് കാൾസൺ തന്റെ 1ാം സ്ഥാനം തുടരുന്നു, അല്ലെ, തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോ അതുമല്ല, അതും തെറ്റാണ്. ഓപ്ഷൻ സി നോക്കാം. മാഗ്നസ് കാൾസൺ ഈസ് സ്റ്റിൽ അറ്റ് ദ ടോപ്പ് ഓഫ് ദി റാങ്കിങ്. മാഗ്നസ് കാൾസൺ ആണ് ഇപ്പോഴും റാങ്കിങ്ങിൽ ടോപ്പ്. ശരിയാണോ? ശരിയാണ്. മാഗ്നസ് കാൾസൺ തന്നെയാണ് ഇപ്പോഴും എന്താണ് ടോപ്പിൽ നിൽക്കുന്നത്. അപ്പൊ ഇതിൽ ഉത്തരം ശരി. അപ്പൊ നമുക്ക് 4ാമത്തെ ഓപ്ഷൻ വേണ്ട. ഡി ഗുഗേഷ് ഹാസ് ഓവർടേക്കൺ കാൾസൺ. ഡി ഗുഗേഷ് നമ്മുടെ കാൾസനെയും കടത്തിവെട്ടി എന്നാ പറഞ്ഞിരിക്കുന്നത്. അല്ലേ, ഗുഗേഷിന് 5ാം സ്ഥാനമാണ്. അപ്പൊ എല്ലാവർക്കും ഉത്തരം കിട്ടി. ഓപ്ഷൻ സി ആണ്. മാഗ്നസ് കാൾസൺ ഈസ് സ്റ്റിൽ അറ്റ് ദ ടോപ്പ് ഓഫ് ദി റാങ്കിങ്സ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. The mission was launched by NASA's Artemis program. അപ്പൊ നമ്മുടെ ആക്സിയം 4മായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ്സ് ആണ്. They traveled in a Soyuz capsule. It was launched by SpaceX using Falcon 9 and Crew Dragon. Option D. The astronauts stayed on the moon. അപ്പൊ നമ്മുടെ ആക്സിയം 4 ദൗത്യവുമായി ബന്ധപ്പെട്ട് which statement is true? ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ട്രൂ? അപ്പൊ ഇതിൽ ആക്സിയം 4 എന്നുണ്ട്, ഇടാൻ വിട്ടുപോയി. അപ്പൊ നമ്മൾ അങ്ങനെ സ്റ്റേറ്റ്മെന്റ് അങ്ങനെ വന്നുപോയതാണ്. അപ്പൊ നിങ്ങളൊന്ന് തിരുത്തി വായിക്കുക. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ആക്സിയം 4 മിഷൻ എന്ന് തന്നെ നിങ്ങളൊന്ന് ചെയ്യുക കേട്ടോ. സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ആക്സിയം 4 മിഷനുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ദ മിഷൻ വാസ് ലോഞ്ച്ഡ് ബൈ നാസാസ് ആർട്ടമിസ് പ്രോഗ്രാം. ആർട്ടമിസ് പ്രോഗ്രാം ആണോ? അല്ല. ഏതാണ്? നമ്മുടെ ആക്സിയം 4 ആണ് ആ മിഷൻ. They traveled in a Soyuz capsule. Soyuz capsuleനാണോ പോയത്? ആണോ? അല്ല. ആക്സിയം ഫാൽക്കൺ ആണല്ലേ, ഫാൽക്കൺ സീരീസ് ആണ്. It was launched by SpaceX using Falcon 9 and Crew Dragon. ശരിയാണോ? ഫാൽക്കൺ 9 ആണോ? ആണ്. അപ്പൊ എല്ലാവരും കമന്റ് ചെയ്തിട്ടുണ്ട് ഫാൽക്കൺ 9 ആണ്. അപ്പൊ ഇവിടെയും ഉത്തരമായി വരുന്നത് സി ആണ്. പിന്നെ എന്താണ്? ആസ്ട്രോണോട്സ് സ്റ്റേഡ് ഓൺ ദ മൂൺ. മൂണിലാണോ അവർ സ്റ്റേ ചെയ്തത്? അവരെങ്ങോട്ടാ പോയത്? ISS-ലേക്കാണല്ലേ പോയത്. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്കാണ് അവർ പോയത്. അപ്പൊ എന്തല്ല? ഓപ്ഷൻ ഡിയുമല്ല. അപ്പൊ നമ്മളെല്ലാവരും ഉത്തരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ആക്സിയം 4 മിഷനിലെ ക്രൂ മെമ്പേഴ്സ് ആരല്ല? അപ്പൊ ഇനി വരാനിരിക്കുന്ന പരീക്ഷകളിലെ നമ്മളെ കുഴപ്പിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ കൃത്യമായിട്ട് പേരുകൾ പഠിച്ചു പോവുക. അപ്പൊ ഓപ്ഷൻ എ നോക്കാം. പെഗി വിൽസൺ, ശുഭാൻശു ശുക്ല, കോക്കോ ഗോഫ്, സ്വാവോസ്. ഓപ്ഷൻ ബി ശുഭാൻശു ശുക്ല, രാകേഷ് ശർമ്മ, സുനിത വില്യംസ്, ബുഷ് വിൽമോർ. കേട്ടോ, എല്ലാവരും ഉണ്ട്. നല്ല ഓപ്ഷൻ അല്ലേ? നല്ല ഓപ്ഷൻ. ഓപ്ഷൻ സി പെഗി വിൽസൺ, ശുഭാൻശു ശുക്ല, സ്വാവോസ് ഉയൻസ്കി, ടിബർ കപൂര. ഓപ്ഷൻ ഡി പെഗി വിൽസൺ, ശുഭാൻശു ശുക്ല, സുനിത വില്യംസ്, ബുഷ് വിൽമോർ. അപ്പൊ ഇതിൽ ഏതാണ് നമ്മുടെ ഉത്തരം? ഏതാണ്? എല്ലാരും കമന്റ് ചെയ്തേ. സുനിത വില്യംസ് ഒക്കെ ഇതിലുണ്ടോ? പെഗി വിൽസൺ ഇട്ടത് കൊണ്ട് സുനിത വില്യംസ് ഉണ്ട് എന്ന തെറ്റിദ്ധാരണ നമുക്ക് വരും. ഇല്ല. ഇതിന്റെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്. ആരൊക്കെയാണ്? പെഗി വിൽസൺ, ശുഭാംശു ശുക്ല, സ്വാവോസ് ഉയൻസ്കി,
ടിബർ കപൂര, ഇവിടെ കോമയില്ല, ഒറ്റ പേരാണ്, സ്വാവോസ് ഉയൻസ്കി ടിബർ കപൂര. പോളണ്ടിന്റെ സ്വാവോസ് ഉയൻസ്കിയും ഹംഗറിയുടെ ടിബർ കപൂരയും. അവസാനത്തെ ചോദ്യം, ആക്സിയം 4 മിഷന്റെ കമാൻഡർ ആരായിരുന്നു? ആരായിരുന്നു ആക്സിയം 4 മിഷന്റെ കമാൻഡർ? ഓപ്ഷൻ എ സുനിത വില്യംസ്, ബി പെഗ്ഗി വിറ്റ്സൺ, സി ബുഷ് വിൽമോർ, ഡി ശുഭാൻഷു ശുക്ല. എല്ലാരും കമന്റ് ചെയ്തേ, എല്ലാവർക്കും ഉത്തരം അറിയാം, എല്ലാരും പെട്ടെന്ന് കമന്റ് ചെയ്തേ. അപ്പോ ശുഭാൻഷു ശുക്ല ഇതിന്റെ പൈലറ്റ് ആണ് അല്ലെ? പൈലറ്റ് ആണ്, നമുക്കറിയാം, നമ്മുടെ ഇന്ത്യക്കാരൻ പൈലറ്റ് ആണ്. അപ്പൊ ഡി അല്ല. സുനിത വില്യംസ്, ഈ ദൗത്യത്തിലെ സുനിത വില്യംസ് ഇല്ല, സുനിത വില്യംസും ഇല്ല, നമ്മുടെ ബുഷ് വിൽമോറും ഇല്ല. ഇവർ കുറെ നാൾ നമ്മുടെ ISSൽ താമസിച്ച് തിരിച്ചു വന്നവരാണ് അല്ലേ? അപ്പൊ ഇവർ രണ്ടുപേരും ഇല്ല. ആരാണ് ഉത്തരമായി വരുന്നത്? ഓപ്ഷൻ ബി പെഗ്ഗി വിറ്റ്സൺ ആണ്. അപ്പൊ നിങ്ങൾ ഇത് കൃത്യമായിട്ട് പഠിക്കുക. വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് ഇവരുടെ പേരുകളും രാജ്യവും ഒക്കെ മറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇങ്ങനെ ഒന്ന് റിവിഷൻ ചെയ്ത് പോകാം. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. നമുക്ക് അടുത്ത ക്ലാസ്സിലൂടെ കൂടുതൽ കറണ്ട് അഫയേഴ്സ് വാർത്തകളുമായി വീണ്ടും കാണാം. താങ്ക്